ഹലോ ഗായ്സ്, അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവരും മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അനീഷ് ഏട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാർ എല്ലാവരും മൂഡ് ഔട്ടാണ്. അതുപോലെ തന്നെ അനിമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മൂഡ് ഔട്ട് ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് പലതരത്തിലുള്ള കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരുടെയും വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സൊക്കെ ഞാൻ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് പറയുന്ന പലതും കേട്ടിട്ട് എനിക്കൊരു അഭിപ്രായമായിട്ട് പറയണമെന്ന് തോന്നി. ഇപ്പോൾ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഓരോ പിക്സാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഒരാൾക്ക് നമുക്ക് എല്ലാ ഇമോഷൻസും, ഞാൻ പറയുന്ന പോലെ എല്ലാ ഇമോഷൻസും എല്ലാ മനുഷ്യനുമുണ്ട്. അനീഷേട്ടനെ സംബന്ധിച്ചുള്ള അനീഷേട്ടന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ തന്നെ ഇത് മെൻഷൻ ചെയ്ത കാര്യമാണ് ഒരു ക്രഷും. ഈ ക്രഷ് കയ്യിലുള്ളപ്പോൾ അത് ഒരു ക്രഷായിട്ട് അവിടെ ഒരു പലരും മെനഞ്ഞാന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ലവ് ട്രാക്ക് പിടിച്ചിട്ട് അനീഷേട്ടൻ പോകാനായിട്ടുള്ള ശ്രമമാണ്, അല്ലെ ടോപ്പ് 5 എത്താനുള്ള ശ്രമമാണ്, അല്ലെ വിന്നർ ആവാനുള്ള ശ്രമമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് രണ്ട് പേര്, സാബുമാനാണ് അവിടെ സംസാരിക്കുന്നത്. രാത്രി ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പം ഒരിക്കലും 91, ഇന്ന് 91 ദിവസമായി. ഈ 91ാമത്തെ ദിവസം എന്തായാലും ഒരു വ്യക്തിക്ക് ലവ് ട്രാക്ക് പിടിച്ച് പോകേണ്ട ഒരു ആവശ്യകതയില്ല. പുള്ളിയുടേതായിട്ടുള്ള ഒരു നല്ല ഫാൻ ബേസ്, പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ട് തന്നെ, പുള്ളിയുടെ ബിഹേവിയർ കൊണ്ട് തന്നെ, പുള്ളിയുടെ എല്ലാ തരത്തിലുള്ള ഗെയിം കൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു വലിയ ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. കാരണം ഒന്നുമില്ലായ്മ, യാതൊരു തരത്തിലുള്ള പരിചിതമല്ലാത്തൊരു മുഖമായിരുന്നു അദ്ദേഹം. പറയുന്ന പോലെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പരിചയവും മുൻപ് നമ്മൾ മലയാളീസിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മനുഷ്യനെ ഈ കാലഘട്ടത്തിന്, ഈ ഒരു 91 ദിവസം കൊണ്ട് നമ്മളെല്ലാവരും ഇത്രയും സ്നേഹിക്കണമെങ്കിൽ 10 ലക്ഷം മുകളിൽ ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയാണ് അനിമോൾ. അപ്പോൾ ഈ 11 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ, ഫിലിമല്ല, ഈ ഒരു സ്മോൾ സ്ക്രീനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ് അനിമോൾ. അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഇത്രയും കോമ്പറ്റീഷൻ ചെയ്ത് ഇത്രയും ഉയർന്നു വന്ന് ഇത്രയും ദിവസം നിൽക്കുന്ന ഒരാളായിട്ട് അനീഷേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇനിയിപ്പോൾ അനിമോളെ പ്രപ്പോസ്, അല്ലെങ്കിൽ അനിമോളെ ക്രഷ് കാണിച്ച് അഭിനയിച്ചുകൊണ്ട് ഫേക്കായിട്ട് നിന്നുകൊണ്ട് ലവ് കോംബോ ഉണ്ടാക്കി, ഒരു ആർട്ടിഫിഷ്യൽ കോംബോ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പുള്ളിക്ക് റിയലായിട്ടുള്ള ഒരു ഇഷ്ടം അവരോടുണ്ട്, അല്ലെങ്കിൽ അനിമോൾ എന്ന് പറയുന്ന ആളിനോടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം അറിഞ്ഞിരുന്ന കാര്യമാണ്. ആ ഇഷ്ടം ഒരു വശം തുറന്ന് പറയാതെ പോലെ ചിലവർ പറയും, അവനങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ, അവൻ ഓപ്പണായിട്ട് പറഞ്ഞുകൂടായിരുന്നോ, നാളെ അനിമോൾക്കും തോന്നാം അങ്ങനെ അനീഷേട്ടനോട് എന്നോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് ഏതൊരു പെണ്ണും. ഇപ്പം ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരാൾക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് എന്നോട് തുറന്ന് പറയാം. എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അപ്പോഴും തന്നെ പറയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്രദറായിട്ടാണ് ഒരാളിനെ കാണുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്ന് പറയുകയാണ്, അമ്മുവിനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഇഷ്ടമാണ്? എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിവാഹിതയല്ലെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് അയാളെ ഇഷ്ടമല്ല, സോറി ചേട്ടാ, എനിക്ക് ഞാൻ നിങ്ങളെ ഒരു ബ്രദർ കൺസേണിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു സഹോദരന് തുല്യനായിട്ട് കാണുന്നത്, വേറെ ഒന്നും വിചാരിക്കല്ലേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ ഞാനൊരു സഹോദരന് തുല്യനായിട്ടാണ് കാണുന്നത്. എൻ്റെ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരാളിനെ കണ്ടുപിടിച്ചാണ് വിവാഹം കഴിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അവിടെ കഴിഞ്ഞു. പിന്നെ പെട്ടെന്നുണ്ടാകുന്നൊരു ചോദ്യത്തിന് പെട്ടെന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയണമെന്നില്ല. പെട്ടെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ, ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. അനിമോളെ സംബന്ധിച്ചുള്ള ലാലേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞ ഒരു കേസാണ്. നമ്മൾ ലാലേട്ടൻ പറയണമെങ്കിൽ ഇത് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് അറിയാത്ത കുഞ്ഞൊന്നും അല്ല. കാരണം അനിമോളെ സംബന്ധിച്ചാൽ കൊച്ചു കുട്ടിയെന്നല്ല, 30 വയസ്സുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനിമോൾക്കറിയാം ഇത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ച കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അനിമോൾക്ക് പറ്റുന്നില്ല എങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, പിന്നെ വന്നിരുന്ന് പറയാം, എനിക്ക് അനീഷേട്ടാ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അപ്പോൾ എന്താണ് സംസാരിക്കും, വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയി ഇനി സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. താല്പര്യമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഒഴിവാക്കാം. അനീഷേട്ടാ, ഞാൻ താങ്കളെ ഒരു ചേട്ടനെ പോലെയാണ്, സഹോദരനെ പോലെയാണ് കരുതിയതെന്ന് ഒഴിവാവാം. അപ്പോൾ അത് പറയാത്ത കാലത്തോളം അനിമോൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. കാരണം ആ ഒരു വലിയ ഷോയാണ്, അവിടെ വന്നിട്ട് എന്ത് പറയാനാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അനീഷിന് വിഷമമാവോ എന്ന് കരുതിയിട്ടാണ് പറയാത്തതെന്ന്. അനീഷിന് വിഷമമാവോ എന്ന് അനിമോൾ കരുതേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പം ഗെയിമായിട്ട് വിചാരിച്ചാൽ പോലും എന്തിനാണ് അങ്ങനെ കരുതേണ്ട ആവശ്യം എന്താണ്? കാരണം നമ്മൾ ഇത് ചെറിയ കാര്യമല്ല. വിവാഹം എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് വിളിക്കുവാണ്. തമാശയ്ക്ക് പ്രണയിക്കാനല്ല ചോദിച്ചത്, ഫ്ലോട്ട് ചെയ്യാനല്ല ചോദിച്ചത്, പിന്നാലെ തന്നെ ശല്യം ചെയ്യാനല്ല, സിനിമാ തിയേറ്ററിലും ഹോട്ടലിലും ഒക്കെ കറങ്ങി നടക്കാനല്ല വിളിച്ചത്. ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുവാണ്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ്സിലെ ഒരു ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് താല്പര്യമില്ല എങ്കിൽ താല്പര്യമില്ലാന്ന് തന്നെ പറയാം, സോറി എനിക്കത് താല്പര്യമില്ല. അല്ലെങ്കിൽ പറയാം, എനിക്കിഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല, എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പുറത്ത് വന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയാം. അതായിരിക്കും എനിക്ക് തോന്നി കുറച്ചും കൂടി ഏറ്റവും നല്ല. കാരണം രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു റിപ്ലൈ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പുറത്ത് വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ തിങ്ക് ചെയ്യാം. എൻ്റെ ചേട്ടൻ്റെ പാരൻസ് എല്ലാവരും
എല്ലാവരും ഉണ്ടല്ലോ, എനിക്കല്ലാതെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം ഇനി 9 ദിവസം കഴിയുമ്പോൾ നമ്മൾ പുറത്ത് പോകില്ല, പുറത്ത് വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ ഇതാണ്. അല്ലാണ്ട് ഞാനൊരു ബ്രദറിനെ പോലെയാണ് കരുതിയതെന്ന് പറയുമ്പോൾ ലവ് ചിഹ്നം കൊടുക്കുകയും ഫ്ലൈയിങ് കീസ് കൊടുക്കുകയും ചേട്ടാ ഭർത്താവിനെ എന്താണ് വിളിക്കണം, ഇച്ചായാന്ന് ഞാൻ വിളിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് കളിയായിട്ട് തമാശയായിട്ട് കളിക്കേണ്ട പ്രായമല്ലല്ലോ. നമ്മൾ 15 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ കളിക്കാം. 30-39 വയസ്സുള്ള രണ്ട് ആൾക്കാർ തമ്മിൽ അങ്ങനെ ഇപ്പോൾ തമാശ കളിച്ചിട്ട് ഒരു ബിഗ് ബോസ് ഷോ ഇതേപോലെ റിയാലിറ്റി ഷോയിൽ വന്ന് ജനങ്ങൾ കാണുന്നില്ലേ, 24/7 ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷോയിൽ വന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഒരു അഭിനയം കാഴ്ചവെക്കേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ ഇഷ്ടമുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നു. അനുമോൾക്ക് ഇഷ്ടമുണ്ട്, അനീഷേട്ടനെ ഇഷ്ടമുണ്ട്. പക്ഷേ ഇതൊരു ഷോ ആയതുകൊണ്ട് എന്ത് ചെയ്യും? കാരണം അത് പുറത്തിരുന്ന് അച്ഛനും അമ്മയും കാണുന്നു, സഹോദരിയും ഹസ്ബൻഡും കാണുന്നു. അപ്പോൾ അവരോട് ഇനി എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാത്ത ഒരു ടെൻഷൻ ഉണ്ട്. ഇതാണ് അനുമോളെ മറുപടി പറയാൻ വലയ്ക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞാൽ ഏറ്റവും അനുമോൾക്കും അനീഷേട്ടനും ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ നന്നായിട്ട് ഗെയിം കളിച്ച് അവർക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, 1 2 ആരും ആയിക്കോട്ടെ, അങ്ങനെ പോവാം. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അനുമോൾക്കും നെഗറ്റീവ് ആവും, ചിലപ്പോൾ അനീഷേട്ടൻ്റെ നെഗറ്റീവ് ആവാനുള്ള ഒരു കാര്യമില്ല. കാരണം അനീഷേട്ടനെ സംബന്ധിച്ചുള്ള അയാളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ പുരുഷനായാലും ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അത് വിവാഹമാണ്, ജീവിതത്തിലേക്ക് വിളിക്കുകയാണ് ഒരു പെൺകുട്ടിയെ. താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയും, താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെന്ന് പറയും, ഇല്ല രണ്ടുമില്ല. ഇപ്പോൾ എനിക്ക് മറുപടിയെ പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയാം, നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മളിതൊരു ഗെയിം കളിക്കാൻ വന്നില്ലേ, നമുക്കിത് ഗെയിം കളിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിവാകുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് വേണം നമ്മുടെ അനുമോള് ഒഴിവാൻ. പിന്നെ അനുമോളെ ഇതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി അനീഷ് ഗെയിം കളിക്കാനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം അയാൾ വളരെ ജെനുവിനായിട്ട് വളരെ നല്ലൊരു ബിഹേവിയറുള്ള ഒരു നാട്ടിൻപുറത്തെ നല്ല നന്മയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ 91 ദിവസം കൊണ്ട് എനിക്ക് ബോധ്യമായത്. ബിക്കോസ് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു നാട്ടിലാണ് ജീവിച്ചതും ജനിച്ചതും വളർന്നതും പിന്നെ മരണപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്യുവർ സോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഇപ്പം നിങ്ങൾ 91 ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഷോയിലിരുന്ന് എങ്ങനെയാണ് ഒരാളിനെ വിലയിരുത്തുക എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാം. പക്ഷേ എന്നാലും ഞാനൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പഠിച്ച ഒരാളാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വ്യക്തികളുടെ സ്വഭാവം അവർ കാണിക്കുന്നത് അയാൾ ഒരിക്കലും ഗെയിമിന് വേണ്ടിയാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും ഗെയിമിന് വേണ്ടിയിട്ടല്ല. പിന്നെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുക, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അനുമോളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു പ്രണയമോ ഇഷ്ടമോ വിവാഹ പ്രോമിസ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വന്നു എന്ന് കരുതി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ബോധേഡാവേണ്ട കാര്യമില്ല. അത് അവരെ പുറത്ത് വന്ന് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അകത്ത് അവർ തീരുമാനിക്കട്ടെ. രണ്ടുപേരുടെയും ഗെയിമിന് ഇത് ബാധിക്കില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അനുമോള് കടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന. ഞാൻ ഈ പിക്സ് കണ്ടിട്ടില്ല, നിങ്ങൾ ഈ ലാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കരാട്ടെ കാണിക്കുന്ന അനീഷേട്ടനെ കണ്ടിട്ടാണ് അനുമോൾ ഇത്രയും കടന്ന് ചിരിക്കുന്നത്. അനുമോൾ ഷാനവാസിക്ക നമ്മുടെ ആദില, പിന്നെ അനുമോളാണ് ഇപ്പോൾ കരാട്ടെ കാണിക്കുന്നത്. അപ്പം ഒരു കുഴപ്പമില്ല, അവരെ സംബന്ധിച്ച് അവർക്കൊരു കുഴപ്പമില്ല, അവർ സന്തോഷമാണ്. അനുമോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹാപ്പി ചെയ്യുന്നതാണ് എനിക്ക് അനുമോളുടെ ഫേസാണ്. പിന്നെ ഒരു കൺഫ്യൂഷനുണ്ട്, എന്ത് പറയും, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമോ, ഞാനിനി എന്ത് പറയും, ജനങ്ങൾ കാണുന്നത്, അതാണ് പ്രശ്നം. ഈ ഒരു ഷോയിൽ വേണ്ടായിരുന്നു, ഷോയ്ക്ക് പുറത്തായിരുന്നു, എനിക്ക് അപ്പോഴും മറുപടി പറയാമായിരുന്നു. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, ഷോയിലാണ്. കാരണം അയാളുടെ അയാൾ ഭയങ്കര ധൈര്യമായ ഒരു മനുഷ്യനാണ്. ഏത് കാര്യത്തിനും അയാൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണത്. തീർച്ചയായിട്ടും അത് നല്ലതാണെന്നാണ് എനിക്ക്